മുഖ്യമന്ത്രിക്കും മുകളിലോ മന്ത്രി മരുമകൻ എന്ന വിഷയമാണ് ജനശബ്ദം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു പ്രേക്ഷകൻ ചെന്നൈയിൽ നിന്നും ശ്രീ ഗോപി ചേരുന്നു. ശ്രീ ഗോപി, പ്രതികരിക്കാം. ഹലോ, ശ്രീ ഗോപി പറഞ്ഞോളൂ, കേൾക്കാം. സാധാരണ ജനശബ്ദം കേട്ടോ വിളിക്കുക. ഇത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രശ്നം വെച്ചാല് ഭരിച്ചുകൊണ്ടിരിക്കുന്നവരെ പിന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ചർച്ചയാണ് പ്രതിപക്ഷത്തിരിക്കുന്നവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും യഥാർത്ഥത്തിൽ എന്താണ് ഭരണം, ഒരു രാഷ്ട്രീയ നേതാവ് എന്താണ് രാജ്യത്തോട് കാണിക്കേണ്ടത്, ജനങ്ങളോട് പ്രവർത്തിക്കേണ്ടതൊന്നും അല്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വക സിനിമാക്കളി പോലെയുണ്ട്. എനിക്കതേ പറയാനുള്ളൂ. അതൊന്ന് മാറ്റിയെടുത്ത് ഇവരുടെ മനസ്സ് നന്നാവണം. അതാണ്. ഓക്കെ സാർ. യെസ്. ശ്രീ ഗോപി, വളരെയധികം നന്ദി. മനസ്സ് നന്നാവണം എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ശ്രീ ജലീൽ പുനലൂർ, അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. മനസ്സ് നന്നാവണം, എങ്കിൽ നാട് നന്നാവും. നമ്മൾ പറഞ്ഞു വന്നത് നേരത്തെ സദാനന്ദൻ മാസ്റ്ററെ പറ്റി അങ്ങ് പറഞ്ഞത് ശരിയായില്ല, ക്ഷമാപണം നടത്തണമെന്നൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ പ്രധാനമന്ത്രിയാണ് പങ്കെടുത്തത്. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പങ്കെടുക്കുമ്പോൾ ആ ചടങ്ങിന് അതിൻ്റേതായ ഗൗരവമുണ്ട്. കേന്ദ്ര റോഡ് വികസനം അല്ലെങ്കിൽ കേന്ദ്ര ദേശീയ ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പങ്കെടുക്കുന്ന പരിപാടിയിൽ മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയെങ്കിൽ പറയാം, അത് മനഃപൂർവ്വം ഒഴിവാക്കിയെന്ന് പറയാം. ഇവിടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്താൽ അത് കേരളത്തിൻ്റെ പ്രാതിനിധ്യമായി. പിന്നെ അവിടെ ഓരോ വകുപ്പ് തിരിച്ച് പ്രത്യേക മന്ത്രിമാരുടെ ആവശ്യമില്ലല്ലോ. ശ്രീ ജലീൽ പുനലൂർ. അല്ല, അതിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ വളരെ കൃത്യമായി വ്യക്തമാക്കിയതാണ്. സംസ്ഥാനത്തെ ഒരു വകുപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി അതിതീവ്രമായി നടന്ന പ്രവർത്തനത്തിന്റെ ഫലമായി ഉദയം ചെയ്ത ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ മാനദണ്ഡങ്ങൾ അനുസരിച്ച്, സർക്കാർ നടപടിക്രമങ്ങൾ അനുസരിച്ച് തീർച്ചയായിട്ടും ആ വകുപ്പ് മന്ത്രി അവിടെ ഉണ്ടാകേണ്ടത് ഒരു അനിവാര്യതയാണ്. അതിൽ രാഷ്ട്രീയമല്ല. ആ മന്ത്രി എന്നുള്ളത് ഒരു രാഷ്ട്രീയക്കാരനല്ല, അത് കേരളത്തിന്റെ പൊതുസ്വത്താണ്. തീർച്ചയായിട്ടും അത് പങ്കെടുപ്പിക്കേണ്ടതായിരുന്നു. പങ്കെടുപ്പിക്കാത്തത് നേരത്തെ പറഞ്ഞതുപോലെ, ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ, BJPയുടെ മനസ്സിൽ ഉള്ള അവിശുദ്ധി കാരണമാണ് എന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ മറ്റൊരു പ്രേക്ഷകൻ പറഞ്ഞതിനുള്ള മറുപടി, സദാനന്ദൻ മാസ്റ്റർ ഞാൻ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നില്ല, അദ്ദേഹത്തിനുണ്ടായ വേദനയിൽ ഞാൻ പങ്കുചേരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് അദ്ദേഹം സമാധാനത്തിന്റെ മാടപ്രാവല്ല. രക്തസാക്ഷികളുടെ കഥ ഇവിടെ പറയുന്നുണ്ട്. രക്തസാക്ഷികളെ 450ഓളം രക്തസാക്ഷികളെ ഇടതുപക്ഷത്തിന് സമ്മാനിച്ച ഒരു സംവിധാനമാണ് സദാനന്ദൻ മാസ്റ്ററുടെ സംവിധാനം. പക്ഷേ അവിടെയും അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഈ കേരളത്തിലെ BJPയുടെ കുറച്ച് ആളുകളെങ്കിലും സമാധാനത്തിന്റെ മഹാമനീഷികളും മാടപ്രാവുകളുമായിട്ട് ചാനൽ ചർച്ചകളിൽ വരുന്നത് തന്നെ ഇടതുപക്ഷത്തിന്റെ ശക്തമായ സാന്നിധ്യത്തിന്റെ പ്രതിഫലനമായിട്ട് ഞാൻ കരുതുന്നു. ഇവിടെ ഈ രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്നത്, ഇവിടെ BJPയിൽ ഒരുപാട് നേതാക്കളുണ്ടായിരുന്നു. AB വാജ്പേയി, O രാജഗോപാൽ, CK പത്മനാഭൻ, നമ്മളൊക്കെ അളവറ്റ് ആദരിച്ചിട്ടുള്ള ദിവംഗതനായ ശ്രീ KG മാരാർജി അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ കിടക്കുമ്പോൾ CH മുഹമ്മദ് ഇദ്ദേഹത്തിന് നമ്മുടെ PM അബൂബക്കർ എന്ന് പറയുന്ന മുൻ മന്ത്രിക്ക്, CKP ചെറിയ മമ്മുക്കൈ എന്ന് പറയുന്നത് തലശ്ശേരിയിലെ കാരണവർക്ക് ഈ പ്രഭാത കർമ്മത്തിന് ഒതു ചെയ്യുക എന്ന് പറയും, അംഗശുദ്ധി വരുത്താനുള്ള വെള്ളം കൊണ്ടു കൊടുക്കുന്ന മനുഷ്യസ്നേഹിയായിരുന്നു KG മാരാർ. അപ്പൊ ആ KG മാരാരുടെ രാഷ്ട്രീയത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക്, ഈ അമിത്ഷായുടെ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ഗുജറാത്തിലെ രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ RSS കൊണ്ടുപോയതിന്റെ ഇരയാണ് നിർഭാഗ്യവശാൽ സദാനന്ദൻ മാസ്റ്റർ. അതുകൊണ്ട് തന്നെ തിരുത്തേണ്ടത് സദാനന്ദൻ മാസ്റ്ററുടെ പ്രസ്ഥാനമാണ്. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ തെരുവുകളിൽ കാട്ടുന്ന കാട്ടാളത്തം, മനുഷ്യരഹിതമായ സമീപനം ഈ കേരളത്തെ പോലെയുള്ള ഒരു പ്രദേശത്ത് അക്ഷരാഭ്യാസം കൊണ്ടും വിദ്യാസമ്പന്നത കൊണ്ടും സംസ്കാരം കൊണ്ടും പ്രതിബദ്ധത കൊണ്ടും ഒക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് വിലപ്പോവില്ല എന്ന് സംഘപരിവാർ തിരിച്ചറിയണം, സദാനന്ദൻ മാസ്റ്ററുടെ പ്രസ്ഥാനം തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിവുണ്ടായാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു വേദനയും നമുക്കുണ്ടാകില്ല എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ പറയുവാനുള്ളത്. മറ്റൊന്ന്, ഈ അഴീക്കലിനെ കുറിച്ച് പറഞ്ഞു. അഴീക്കൽ നിന്നും ആറാട്ടുപുഴയിലേക്ക് തീരദേശത്തോടു കൂടി ആ സുഹൃത്തിന് ഇപ്പം നല്ല സുഖസുന്ദരമായി നാട്ടിലെത്തുമ്പോൾ കാറിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ആരുടെ സംഭാവനയാണ്? നിഷ്പക്ഷമായി ചിന്തിക്കുന്ന, ഇടതുപക്ഷത്തോടുള്ള രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ നിലനിർത്തിക്കോളൂ. ഇടതുപക്ഷത്തോടുള്ള അഭിപ്രായ ഐക്യമോ അനൈക്യമോ നിങ്ങൾ നിലനിർത്തിക്കോളൂ. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലത്ത് കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന്
100% മാർക്ക് നൽകാൻ സാധിക്കാത്ത ഏത് BJP കാരനാണ് ഇവിടെ ഉള്ളത്? ഏത് മലയാളിയാണ് ഇവിടെ ഉള്ളത്? അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം പറയാം. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ, അല്ലെങ്കിൽ ടൂറിസം വകുപ്പ് മന്ത്രിയെ, അദ്ദേഹത്തിന്റെ പേരിന്റെ പേരിൽ, അദ്ദേഹത്തിന്റെ ബന്ധങ്ങളുടെ പേരിൽ വേട്ടയാടിക്കൊണ്ട് വോട്ട് ബാങ്ക് വിപുലീകരിക്കാമെന്നുള്ള BJPയുടെ ശ്രമം BJPയെ സംബന്ധിച്ചിടത്തോളം തിക്തഫലമായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ BJP പുനർചിന്തനം നടത്തണം. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരെ പോലെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന, കുറച്ചുകൂടി ലോകപരിചയമുള്ള, കുറച്ചുകൂടി പൊതു അറിവ് നേടിയിട്ടുള്ള ഒരാളുടെ നേതൃത്വത്തിൽ BJP വടക്കേ ഇന്ത്യയിൽ നടത്തുന്ന കളി കളിക്കാതെ കേരളീയ പൊതുമനസാക്ഷിയുമായി ഇഴകിച്ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം സ്വീകരിച്ചാൽ വളരെ നന്നായിരിക്കും. അതല്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സംഭവിക്കുന്നത് ബംഗാളിൽ കണ്ട ആ തിക്താനുഭവങ്ങൾ നമ്മുടെ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ഒക്കെ രാജ്യത്തിന്റെ മറ്റു പല സംസ്ഥാനങ്ങളിൽ ഉണ്ടാകും. അത് വേദനാജനകമായിരിക്കും എന്ന് മാത്രമാണ് ഈ അഭിപ്രായത്തിൽ പറയാനുള്ളത്. ശ്രീ ജലീൽ പുനലൂർ, നമുക്ക് തിരികെ വരാൻ ഒരു പ്രേക്ഷകൻ നമുക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരു കാര്യം CPM പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് ശ്രീ ജലീൽ പുനലൂർ. തലമുറ മാറ്റം മരുമകനിലൂടെ എന്ന് എല്ലാ ജനങ്ങൾക്കും തങ്ങളുടെ എല്ലാ അണികൾക്കും പിണറായി വിജയൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് എനിക്ക് ശേഷം മുഹമ്മദ് റിയാസാണ്, മുഹമ്മദ് റിയാസിനെ വേണ്ട വിധം കണ്ടില്ല എങ്കിൽ ഞാൻ പോലും ആ ചടങ്ങിൽ ഉണ്ടാവില്ല എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് പിണറായി. അത് എല്ലാവർക്കും മനസ്സിലാക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് നിന്നും ശ്രീ രാമചന്ദ്രൻ ചേരുന്നു. രാമചന്ദ്രൻ, തുടരാം. ഹലോ, ഞാൻ വിളിച്ചത്. ഹലോ പറഞ്ഞോളൂ. ഹലോ, രാമചന്ദ്രൻ പറഞ്ഞോളൂ. നാഷണൽ ഹൈവേ കേരളത്തിന്റെ ഈ മിനിസ്റ്റർ ചെയ്യുന്ന ഒരു വർക്കായിട്ടാണ് ഈ ജനങ്ങളിൽ എത്തിക്കുന്നത്. ശരിക്കും ഇത് നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് തന്നെ സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്നതാണ്. ഒരു കോൺട്രിബ്യൂഷൻ ഏതാണ്ട് മാത്രമാണ് ഇവർ നൽകേണ്ടത്. അതുപോലും നൽകാതെയാണ് കേരളത്തിലെ അവസ്ഥ. അപ്പം ഇന്ന് വിളിച്ചില്ല, ക്ഷണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്നവര് ശരിക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷനെ കുറിച്ചല്ല അവർ പറയുന്നത്. കേരളത്തിന്റെ അവരെ ഉദ്ഘാടനത്തിന് വിളിച്ചില്ല എന്നുള്ളതിനെ കുറിച്ചാണ് അവർക്ക് പരാതി. ശ്രീ രാമചന്ദ്രനാണ് പ്രതികരിച്ചത്.